നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളെ തടയാനാണ് അമേരിക്കൻ തീരുമാനം. ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത പ്രത്യാക്രമണ ഭീഷണിയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏതൊരു തെറ്റായ നീക്കവും ശത്രുക്കളെ കടലിടുക്കിലെ മരണച്ചുഴിയിൽ അകപ്പെടുത്തുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. സൈനിക സംഘർഷം ഉച്ചസ്ഥായിയിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇറാന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച വിദ്യാർത്ഥി നിതിൻ അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരത. നേരിട്ട അധിക്ഷേപത്തെക്കുറിച്ച് നിതിൻ സഹപാഠികൾക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്ത്. എന്നെ വെറുതെ എണീവിച്ചിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കുക, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ, എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധിവരെ ക്ഷമിച്ചിരുന്നു, ഒരൊറ്റ ക്ഷമിച്ചു. അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും SC/ST അതിക്രമ നിരോധന വകുപ്പും ചുമത്തി കേസ്. അന്വേഷണത്തിന് 7 അംഗ സംഘം. അധ്യാപികയുടെ നമ്പർ നൽകി നിതിൻ ലോൺ ആപ്പിൽ നിന്നും കടമെടുത്തിരുന്നുവെന്ന് പോലീസ്. ഭരണവിരുദ്ധ വികാരമെന്ന വാദത്തിന് പ്രസക്തിയില്ലെന്നും ഇടത് സർക്കാരിന് 3ാം ടേം ഉറപ്പെന്നും MV ഗോവിന്ദൻ. 90-ലേറെ സീറ്റുകൾ നേടുമെന്ന് പാർട്ടി വിലയിരുത്തൽ. കുട്ടനാട്ടിൽ വോട്ടിന് നോട്ട് ആരോപണം. UDF സ്ഥാനാർത്ഥിക്കെതിരെ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകി CPM ഏരിയ കമ്മിറ്റിയും ഇടത് സ്ഥാനാർത്ഥിയും. ഭരണത്തിലെത്തുമെന്ന UDFന്റെ അവകാശവാദത്തിന് പിന്നിൽ ഫണ്ട് പിരിവെന്ന് PA മുഹമ്മദ് റിയാസ്. പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലേക്ക് വിട. അന്ത്യം 92-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് വിടവാങ്ങിയത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിന് പുതുഭാവുകത്വമേകിയ ഗായിക. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് മുംബൈയിലെ ശിവാജി പാർക്കിൽ. ഭീതിയൊഴിയാതെ പശ്ചിമേഷ്യ. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. നിലപാട് ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ സമാധാനത്തിന് മുന്നിലെ പ്രധാന തടസ്സം ഇറാന്റെ ആണവ താൽപര്യങ്ങളെന്ന് ട്രംപ്. കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ്. നവകേരള സർവേക്ക് ചിലവ് 13 കോടി രൂപ. സുപ്രീം കോടതിയിൽ കണക്ക് നൽകി സംസ്ഥാന സർക്കാർ. ബ്രോഷറിന് 5,54,00,000 കത്തിന് 1 കോടിയും വോളണ്ടിയർമാരുടെ യാത്രയ്ക്ക് 1,45,00,000 ചെലവായെന്ന് കണക്കിൽ. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴ്നാടും ബംഗാളും. കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ DMK കടന്നാക്രമിച്ചു വിജയ്. ജനങ്ങൾക്ക് സേവനം ലഭിക്കാൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരില്ലെന്ന് TVKയുടെ പ്രധാന വാഗ്ദാനം. ആധാർ മാതൃകയിൽ ഓരോ പൗരനും പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നൽകുമെന്ന് വിജയ്. കുംഭമേള താരത്തിന്റെ വിവാഹത്തിൽ പാർട്ടി നേതാക്കൾ നടത്തിയത് പക്വമായ ഇടപെടലെന്ന് MV ഗോവിന്ദൻ. കേസ് വന്നാൽ നേരിടുമെന്നും പാർട്ടി സെക്രട്ടറി. ആധാർ യഥാർത്ഥമെന്ന് പരിശോധിച്ചുറപ്പാക്കിയെന്ന് പോലീസ്. വീഴ്ചയില്ലെന്ന റിപ്പോർട്ട് DGPക്ക് കൈമാറി. മാതാപിതാക്കളുടെ മൊഴിയെടുത്ത് മധ്യപ്രദേശ് പോലീസ്. IPL-ൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. ബംഗളൂരുവിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 241 റൺസ് വിജയലക്ഷ്യം. ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി, രജത് പട്ടീദാർ എന്നിവർക്ക് അർദ്ധ സെഞ്ചുറി. വനിതാ സംവരണ ബില്ലിന് പിന്തുണ തേടി MP-മാർക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾ നയിക്കുമ്പോൾ സമൂഹം കൂടുതൽ ശക്തിയോടെ മുന്നേറുമെന്ന് പ്രധാനമന്ത്രി. വനിതാ സംവരണ ബിൽ ധൃതി പിടിച്ച് പാസാക്കുന്നതിൽ രാഷ്ട്രീയ ലക്ഷ്യമിടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ. അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഖാർഗെ. സ്റ്റോറി ഓഫ് ദി ഡേ. ഇവിടെയും വിളയും ആപ്പിൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ആ വാർത്ത ഏവരെയും ഹൃദയഭേദകമായ ഒന്നാണ്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന് കണ്ണീരോടെ വിട നൽകുകയാണ് ജന്മനാട്. ഒരു കുട്ടി
അധ്യാപകരും സുഹൃത്തുക്കളുമൊക്കെ തന്നെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പഠിക്കാനെത്തുമ്പോൾ അവിടെ നേരിടേണ്ടി വരുന്ന വിവേചനം, അധിക്ഷേപം, അതൊക്കെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമാക്കുന്നതിനൊപ്പം ഒരു കുടുംബത്തിന് അവരുടെ പ്രതീക്ഷകളെയാണ് ഇല്ലാതാക്കിയത്. നിതിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് മുതൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് നെടുമങ്ങാട്ടെ വസതിയിലേക്ക് എത്തിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു നിതിൻ്റെ സംസ്കാരം. ഡോക്ടറുടെ കുപ്പായമിട്ട് മകൻ വരുന്നത് കാത്തിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും മുന്നിലേക്കാണ് നിതിൻ്റെ ചേതനയേറ്റ ശരീരം ഇങ്ങനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞെത്തിച്ചത്. സങ്കടം താങ്ങാനാകാതെ അച്ഛനും അമ്മയും തളർന്നു വീണു. നാടിൻ്റെ അഭിമാനമാകേണ്ടിയിരുന്ന വിദ്യാർത്ഥി അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് എത്തിയത്. വീട്ടിൽ നിന്നും ആരംഭിച്ച വിലാപയാത്രയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഒടുവിൽ സ്വപ്നങ്ങൾ പാതി വഴിയിൽ അവസാനിപ്പിച്ച നിതിൻ യാത്രയായി. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിയിട്ടത് ഒരുപറ്റം അധ്യാപകരാണ്. ജാതിവരയിൽ അവർ തകർത്തത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും നാടിൻ്റെ സ്വപ്നവുമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിതിൻ്റെ ആത്മഹത്യയിൽ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണമാണ് കുടുംബം അടക്കം ഉന്നയിക്കുന്നത്. കടുത്ത ജാതി വിവേചനം നിതിൻ നേരിട്ടതായും പരസ്യമായി അപമാനിതനായി എന്നുമാണ് വിവരം. ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ഏറെ വേദനിപ്പിക്കുന്ന ആ വാർത്തയാണ് ഈ ദിവസം ഏറ്റവും ശ്രദ്ധേയമായി വന്നത് എന്നുള്ളതാണ്. ഒപ്പം അധ്യാപകർക്കെതിരെ കേസെടുക്കുന്ന നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. മരണത്തിന് ഉത്തരവാദി അധ്യാപകരാണെന്ന് രക്ഷിതാക്കളും ആരോപിച്ചിരുന്നു. നിതിൻ രാജ് ജാതി വിവേചനം നേരിടുകയും അധ്യാപകരാൽ അപമാനിതനാവുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഇത് സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇല്ല, ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ഇയാൾ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധിവരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ചു. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കോളേജിലെ 3 അധ്യാപകർക്കെതിരെയാണ് ആരോപണം. ഇതിൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അധ്യാപിക ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരെ കോളേജ് അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ചക്കരക്കൽ പോലീസ് അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ ഒരുങ്ങുകയാണ്. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. അതേസമയം തിരുവനന്തപുരം ആനമങ്ങാട് സ്വദേശി നിതിൻ രാജിന്റെ മരണത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി. അമൃത ന്യൂസ്, കണ്ണൂർ. നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിയിട്ടത് ജാതി അധിക്ഷേപമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നുള്ള ആവശ്യവും കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. നിതിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. റാഗിങ്ങിനിരയായി മരിച്ച സിദ്ധാർത്ഥന്റെ അമ്മയും നിതിന്റെ വീട്ടിലെത്തിയിരുന്നു. 2 വർഷം കൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാ സങ്കടം. നമ്മുടെ മോൻ പോയാൽ അതിനെന്തെങ്കിലും ഒരർത്ഥമുണ്ടാവണമെങ്കിൽ ഇതിനി ഒന്നും നടന്നുകൂടാ. അത് വീണ്ടും നടക്കുന്നു എന്ന് അറിയുമ്പോൾ ഇത്രയ്ക്കും ശിക്ഷ ഇളവുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. പേടിയില്ല, ആർക്കും പേടിയില്ല. കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നമുക്കിത് കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. സിദ്ധാർത്ഥൻ്റെ വിഷയമുണ്ടായി,
അതിനെ തുടർന്ന് ഇതിപ്പോൾ അധ്യാപകർ തന്നെ ഒരു ജാതീയമായ അധിക്ഷേപം നടത്തുകയും ഏറ്റവും മോശമായ വാക്ക് പറഞ്ഞൊരു വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ആ അപമാന ഭാരത്താലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ്. എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ സ്വപ്നവും പ്രതീക്ഷയും വീട് പോലും സ്വന്തമായിട്ടില്ലാതെ എല്ലാം കുടുംബത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഒരു മകനെ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ ആ മകൻ്റെ ശവശരീരം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കുടുംബത്തിൻ്റെ ഗതികേടെന്താ? നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നിയമനിർമ്മാണം ആവശ്യമാണെന്നും SFI. ഈ ക്യാമ്പസുകളിലൊക്കെയും സ്വകാര്യ ക്യാമ്പസുകളിലൊക്കെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിർബന്ധമാക്കണം. അതിലൊരു സംശയവും ഉണ്ടാവരുത്. കേരളത്തിലെ ഏത് സർക്കാർ ക്യാമ്പസിലാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അത് പ്രത്യേകം നമ്മൾ നോക്കണം. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം നടത്തും. നാളെ അങ്ങോട്ടേക്ക് SFIയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. നിതിൻ്റേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിനും അധ്യാപകർക്കും അതിൻ്റെ അധികാരികൾക്കും എതിരെ ഉയരുന്നത് അതിഗുരുതര ആരോപണമാണ്. ശക്തമായ നടപടി തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിധിന്റെ ആത്മഹത്യാ കേസിൽ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കമ്മീഷണർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക. അതോടൊപ്പം തന്നെ നിധിൻ ലോൺ ആപ്പിൽ നിന്ന് കടമെടുത്തിരുന്നുവെന്നും കോളേജിലെ ടീച്ചറുടെ നമ്പറാണ് ഇതിനായി നൽകിയിരുന്നതെന്നും ടീച്ചർക്ക് നിരന്തരം കോൾ വന്നതുമൂലം ഉള്ള സമ്മർദ്ദവും ഉണ്ടാകാം നിധിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിലെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അതായത് നമുക്ക് കൂടുതലായിട്ടുള്ള പരിശോധനയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കോണ്ടാക്ട്സ് ഓൾറെഡി പലപ്പോഴും ലോൺ ആപ്പ് കേസുകളിൽ 2 തരത്തിൽ സംഭവിക്കും. ഒന്നുകിൽ നമ്മുടെ കോണ്ടാക്ട്സ് അവരുടെ കയ്യിലേക്ക് നമ്മൾ തന്നെ വോളണ്ടറിലി ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ ആപ്പ് പെർമിഷൻസ് കൊടുക്കുന്ന സമയത്ത് ആക്സസ് ടു കോണ്ടാക്ട്സ് എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ കൊടുക്കുകയാണ്. പക്ഷേ ആയത് സൈബർ അനാലിസിസിലൂടെ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റൂ. പല തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു വോയിസ് കോൺവെർസേഷൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നമ്മൾ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആയതിലേക്ക് കൂടുതലായി ആ ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ, മറ്റ് ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റ് റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ് തുടങ്ങിയ ആൾക്കാരുടെ ഒക്കെ വിശദമായിട്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വേർപാട് ഗൗരവമുള്ളതെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത്. അന്വേഷണത്തിനായി സ്പെഷ്യൽ ടീമിനെ നിയമിച്ചിട്ടുണ്ടെന്നും കോളേജിൽ നിന്ന് ആരും നിതിന്റെ വീട് സന്ദർശിച്ചില്ല എന്നും കുട്ടികൾ പോലും വരാത്തതിൽ ദുരൂഹതയുണ്ട് എന്നും ശിവൻകുട്ടി പറഞ്ഞു. വോട്ടെടുപ്പിന് പിന്നാലെ വിലയിരുത്തലുകൾ നടത്തുകയാണ് പാർട്ടികൾ. തുടർച്ചയായ 3ാം ഭരണം ഉറപ്പ് എന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. 90-ൽ കൂടുതൽ സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തും എന്ന് വിലയിരുത്തുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമായിരുന്നു MV ഗോവിന്ദൻ ഇക്കാര്യം പ്രതികരിച്ചത്. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ 90 സീറ്റുകളിൽ കൂടുതൽ നേടി. കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പല ജില്ലകളിലും തിരിച്ചടി ഉണ്ടാകുമെന്നും മന്ത്രിമാർ പോലും പരാജയപ്പെട്ടേക്കുമെന്നതായിരുന്നു ജില്ലാതലത്തിലെ അവലോകന യോഗങ്ങളിൽ കണ്ടത്. എന്നാൽ അക്കാര്യങ്ങളൊക്കെയും തള്ളുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില പാർട്ടികളുമെല്ലാം വലിയ രീതിയിലുള്ള ആവേശ പ്രചരണം ഇലക്ഷൻ കഴിഞ്ഞ ആ നിമിഷം മുതൽ ആരംഭിക്കുകയുണ്ടായി. അതിന് അവർ പറഞ്ഞ കാര്യം വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവായിട്ട് പറഞ്ഞുകൊണ്ടാണ് 100+ലേക്ക് UDF ഭരണത്തിലേക്ക് പോകുന്നു എന്ന പ്രചരണ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ പ്രചരണത്തിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോളിംഗ് അസാധാരണമായി വർദ്ധിച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. സംസ്ഥാനത്ത് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടർമാരുടെ എണ്ണം കുറവായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. ഇതിന് കാരണം SIR ആണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വോട്ടിന് നോട്ട് വിവാദത്തിലും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെയുള്ള ചില വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള വോട്ട് പണം കൊടുത്ത് പിടിക്കുന്നത് നേരിട്ട് കാണുന്നൊരവസ്ഥ അതുവരെ കേരളത്തിൽ കാണുകയുണ്ടായി. പ്രചാരണത്തിന് പിണറായിയെ മാത്രം ഉയർത്തി കാണിച്ചുവെന്ന വിമർശനത്തിനും മറുപടി നൽകി.
അങ്ങനെ ഉയർത്തി കാണിച്ചിട്ടില്ലല്ലോ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ ഉയർത്തി കാണിച്ചത്. പിന്നെ പ്രതീകാത്മകമായിട്ട് മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് വരുമ്പോൾ പിണറായി തന്നെ വരും. പിന്നെ വേറെ ആർക്കും പറയാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയില്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പിണറായി അല്ലാണ്ട് വേറെ ആരെയും പറയാൻ പറ്റുക? തുടർഭരണത്തിൽ LDF എത്തുമ്പോൾ NDA അക്കൗണ്ട് തുറക്കില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ട്രെൻഡ് UDFന് അനുകൂലമാണ് എന്നുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എറണാകുളം ജില്ലയിൽ മികച്ച വിജയം, അതായത് UDF തൂത്തുവാരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് K ബാബുവിൻ്റെ പ്രതികരണം. മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയാൻ യോഗ്യനല്ല താനെന്നും കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായിട്ടുള്ള പല പേരുകളും ഉണ്ട് എന്നും K ബാബു പറഞ്ഞു. സീറ്റ് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും പൊതു ട്രെൻഡ് UDFന് അനുകൂലമായിട്ടാണ്. അല്ല, അദ്ദേഹത്തിനാണ് അത് അറിയാവൂ. കാരണം കേരളം മുഴുവൻ പര്യടനം നടത്തിയത് അദ്ദേഹമാണ്. എറണാകുളം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എറണാകുളം ജില്ലയിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടെ ഉള്ള വിലയിരുത്തലിൽ നിന്ന് ഞാൻ കേട്ടത് അവർക്ക് ഒരു സീറ്റിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്നാണ്. UDFനെ സംബന്ധിച്ച് അധികാരം അവർ ഉറപ്പിക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രി ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രിയാകാൻ ആര് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ അതിന് യോഗ്യന്മാരാണ് എന്നാണ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞത്. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. ഞാൻ പാർട്ടിയുടെ സാധാരണ ഒരു മെമ്പറാണ്. പല അഭിപ്രായങ്ങളുണ്ടാവും. MLA-മാരുടെ അഭിപ്രായത്തിനാണ് മുൻഗണന. അവരെ കേൾക്കുന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിനാണ് ഞങ്ങളെല്ലാം ശിരസ വഹിക്കും. ആര് മുഖ്യമന്ത്രിയായാലും UDFൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും. അതിൽ നിങ്ങൾ ആരും ബേജാറാവണ്ട. അവലോകനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഇങ്ങനെ പാർട്ടികൾ നടത്തുകയാണ്. LDF തുടർഭരണം നേടുമെന്ന വിലയിരുത്തൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് കണ്ടതാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങനെ നടത്തിക്കഴിഞ്ഞു. 90-ലധികം സീറ്റ് എന്നാണ് CPM വിലയിരുത്തുന്നത്. പോളിംഗ് ശതമാനത്തിലെ വർധന പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു MV ഗോവിന്ദൻ. അതേസമയം CPM തുടർഭരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് ഒരു വടി കൂടി കടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വരെ എത്തിയിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ. മുതിർന്ന നേതാക്കളിൽ ചിലർ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഐക്യത്തെ തകർക്കുന്ന നടപടി എന്നായിരുന്നു ലീഗിൻ്റെ പ്രതികരണം. എബി ജോൺ തോമസ് വിവരങ്ങൾ നൽകും. എബി, കാര്യങ്ങൾ ഇങ്ങനെ വിലയിരുത്തലുകൾ, ചർച്ചകൾ അവസാന ദിവസം, അതായത് മെയ് 3 വരെ ഈ ചർച്ചകളൊക്കെ നടക്കുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഈ രണ്ട് മുന്നണികളും, ഇടത് വലതു മുന്നണികൾ അധികാരം ഉറപ്പിക്കുകയാണ്. രണ്ടുപേർക്കും 90-ലധികം അല്ലെങ്കിൽ 100-ലധികം സീറ്റുകൾ എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒപ്പം മുഖ്യമന്ത്രി ചർച്ചകളിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വോട്ട് പെട്ടിയിൽ വീഴുന്നതിന് ശേഷം ഇരു മുന്നണികളും അല്ലെങ്കിൽ 3 മുന്നണികളും ഇത്തരത്തിൽ തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വോട്ട് വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി CPM അവരുടെ ജില്ലാതല കമ്മിറ്റികൾ അതിൽ അവലോകന നടത്തുകയായിരുന്നു. അതിൽ കണ്ടത് പല സീറ്റുകളും CPMന് നഷ്ടപ്പെടും, LDFന് നഷ്ടപ്പെടും, മന്ത്രിമാർ ഉൾപ്പെടെ പരാജയപ്പെട്ടേക്കും തുടങ്ങിയിട്ടുള്ള സാധ്യതകളാണ് ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇന്നിപ്പോൾ അവിടെ ഒരു അവലോകന യോഗം നടന്നിരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ കണ്ട MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞത് 3-ാം വട്ടവും കരുത്തോടുകൂടി തന്നെ അധികാരത്തിലേക്ക് വരും എന്നുള്ള വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളത് എന്നുള്ളതാണ്. അതിൽ പറഞ്ഞു വെക്കുന്നത് 90-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് 3-ാം വട്ടവും CPM അധികാരത്തിൽ വരും എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും UDFന് അധികാരമുണ്ടാകും, UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും, പോളിംഗ് ശതമാനത്തിലെ വർധനവാണ് അതിന് കാരണമായി പറയുന്നത്. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമൊക്കെ നടന്നിട്ടുണ്ട്, അതൊക്കെയും UDFന് അനുകൂലമാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാർത്തകൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനെയൊക്കെയും ആകമാനം തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയുള്ളൊരു നിലപാടാണ് MV ഗോവിന്ദൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റികൾ നടത്തിയിട്ടുള്ള അവലോകനങ്ങളെയും അദ്ദേഹം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും CPMൻ്റെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും കൈവിട്ടു പോകുന്നു, അവിടങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ജില്ലാ അവലോകന യോഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ CPM
CPM BJP-ക്കെതിരെയും UDF-നെതിരെയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഇന്ന് ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. BJP-യും UDF-ഉം വലിയ രീതിയിൽ പണം ഒഴുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതായിരുന്നു. അതിനൊക്കെ മറികടക്കാൻ വിയർപ്പൊഴുക്കി പണിയെടുത്ത CPM-ന്റെ LDF-ന്റെ പ്രവർത്തകരുടെ ആ പ്രവർത്തനം കൊണ്ട് തന്നെ മറികടക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചത്. ഒപ്പം തന്നെ ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവിനെയും അദ്ദേഹം അതിനെയും വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്, പക്ഷേ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതുതന്നെ LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അത് പൂർണ്ണമായി UDF-ന് ലഭിക്കുകയുള്ളൂ എന്ന് ഏതർത്ഥത്തിലാണ് പറയാൻ കഴിയുക എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം വെക്കുന്നു. ഒപ്പം ഉയർന്നു വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം മാത്രം വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിൽ അതിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ലേ, തിരിച്ചടിക്ക് കാരണമില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിലൊക്കെ തന്നെയും അദ്ദേഹം എബി ജോൺ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുകയാണ് മുന്നണികൾ. ആരാണ് അധികാരത്തിൽ വരിക എന്നുള്ളതൊക്കെ അറിയാൻ നമ്മളിനി മെയ് 4 വരെ കാത്തിരുന്നേ മതിയാവും. ഏതായാലും കണക്കൂട്ടലും കിഴിക്കലും ഒക്കെ അങ്ങനെ നടക്കട്ടെ. അതേസമയം ഈ ഭരണത്തിലെത്തുന്ന ഭരണത്തിലെത്തും എന്ന് UDF അവകാശവാദം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഫണ്ട് പിരിവാണ് എന്നുള്ള ആരോപണമാണ് PM മുഹമ്മദ് റിയാസ് ഇന്ന് ഉന്നയിച്ചത്. കഴിഞ്ഞ 10 വർഷം LDF ശേഖരിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് ഈ ഏപ്രിൽ 10 മുതൽ മെയ് 4 വരെയുള്ള ഒരു മാസത്തിനിടയിൽ UDF ശേഖരിക്കുമെന്ന് കൂടി റിയാസ് പറയുകയാണ്. ഏപ്രിൽ 10 മുതൽ ഭരണപക്ഷത്തെ പോലെയാണ് UDF പെരുമാറുന്നതെന്നും അധികാരത്തിൽ വരുമെന്ന പ്രതീതി സൃഷ്ടിച്ച് ഈ ഫണ്ട് പിരിവ് ലക്ഷ്യം വെച്ചാണ് ഇതെന്നും കൂടി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. അങ്ങനെയൊന്നും ഒരു കൺസോൾട്ടേഷനും ഇല്ല. ഡെവലപ്മെൻ്റാണ് എല്ലാവരും ചർച്ച ചെയ്തത്. പിന്നെ പൊതു പൊളിറ്റിക്സ്, പിന്നെ കേരളത്തിൽ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതും പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയതൊക്കെ തന്നെ മതനിരപേക്ഷ മനസ്സുകളിൽ നല്ല മതിപ്പ് LDF സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. പിന്നെ വികസനം, ജനക്ഷേമ പ്രവർത്തനം, ഇതൊക്കെ LDF-ന് അനുകൂലമാണ്. ഒരു LDF സർക്കാർ തന്നെ കേരളത്തിൽ തുടരും. മറ്റേത് ഞാനീ പറഞ്ഞു. അതേസമയം വോട്ടിന് നോട്ട് എന്നുള്ള ആരോപണം ശക്തമായി ഉയരുകയാണ്. ഇലക്ഷന് തൊട്ടു മുമ്പ് തുടങ്ങിയ പല ആരോപണങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് സത്യം. കുട്ടനാട്ടിൽ വോട്ടിന് നോട്ട് എന്നുള്ള ആരോപണവുമായി UDF സ്ഥാനാർത്ഥിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് CPM ഏരിയ കമ്മിറ്റിയും ഇടത് സ്ഥാനാർത്ഥിയും. ഇലക്ഷൻ കമ്മിറ്റി ചീഫ് ഇലക്ഷൻ ഓഫീസർക്കാണ് പരാതി നൽകിയത്. പണം കൊടുക്കുന്നതിന് ദൃശ്യങ്ങളടക്കമാണ് പരാതി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് Google Pay വഴി പണം നൽകിയെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഈ വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിൽ മറുപടി പറയുകയാണ് UDF സ്ഥാനാർത്ഥി. കുട്ടനാട് MLA-ക്കെതിരെ വിവാദ പരാമർശവും UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ നടത്തി. LDF സ്ഥാനാർത്ഥിക്ക് മാനസിക രോഗമെന്നാണ് റെജി കുറ്റപ്പെടുത്തിയത്. കുട്ടനാട്ടിലെ ജനപ്രതിനിധി കള്ളം പറയാൻ കേമനാണെന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ തോന്നലാണ്, അതിന് ചികിത്സ വേണമെന്നും കൂടി പറയും. ഇടതുപക്ഷ പാർട്ടി പോലും തെരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗം കഴിഞ്ഞിട്ട് പറഞ്ഞത് LDF സ്ഥാനാർത്ഥി തോറ്റുപോയി. അപ്പോൾ തോൽവി മുമ്പിൽ കണ്ടുകൊണ്ടുള്ള അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമാണെന്ന് മാത്രമേ എനിക്കിതിനെ പറയാനുള്ളൂ. KPCC ജനറൽ സെക്രട്ടറി ജോസ് വെള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ പറയുന്നു. അത്തരം നേതാക്കൾക്ക് തെറ്റുതിരുത്താനാണ് തന്റെ പോസ്റ്റ് എന്നുകൂടി പ്രതികരണമുണ്ട്. ഇവിടെ സ്വയം പ്രഖ്യാപിത UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി. അത് നമ്മുടെ നേതൃത്വം അംഗീകരിച്ചില്ല. പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ആ ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ആളുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണ്ടേ. അദ്ദേഹം മതേതര ചേരിയാണോ BJP ചേരിയാണോ എന്ന് മനസ്സിലാക്കണ്ടേ. അദ്ദേഹം തിരിച്ചു വന്ന് ഒരു ദിവസം കൊണ്ട് BJP സ്ഥാനാർത്ഥിയായി. ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് മിണ്ടാതിരുന്നതാണ്. പക്ഷേ തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ നടപടിയെടുത്ത് പോലീസ്. കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ വാഹനം കത്തിച്ച CPM പ്രവർത്തകർ അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം T പുരുഷോത്തമന്റെ കാറുകൾ കത്തിച്ച അജയ് കൃഷ്ണ, സുധീഷ് എന്നിവരാണ് പിടിയിലായത്. വ്യാപകമായ അക്രമങ്ങളെ തുടർന്ന് ADM കഴിഞ്ഞ ദിവസം സർവകക്ഷി സമാധാന യോഗം വിളിക്കുകയും ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. പയ്യന്നൂരിൽ നടന്ന മുഴുവൻ അക്രമ സംഭവങ്ങളിലും കേസെടുക്കാനാണ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രദേശത്ത് സമാധാനം ഉറപ്പിക്കുന്നതിനായി രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുന്നതിനോടൊപ്പം സംഘർഷ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലീസ് നിരീക്ഷണം കർശനമാക്കാനും തീരുമാനമായി. ഒരു കാലത്ത്
ആളുകളെ, പ്രേക്ഷകരെ ത്രസിപ്പിച്ച ഗായിക ആശാ ഭോസ്ലെ വിടവാങ്ങി. 92 വയസ്സായിരുന്നു. മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവിധ ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ആശാ ഭോസ്ലെയെ രാജ്യം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. बस एक बार मेरा कहा मान लीजिए. വൈവിധ്യം നിറഞ്ഞ ഗാനങ്ങളിലൂടെ പ്രേക്ഷകരെ കീഴടക്കിയ അതുല്യ പ്രതിഭ ആശാ ഭോസ്ലെ വിടവാങ്ങി. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനാനാഥ് മങ്കേഷ്കറുടെ മകളായി 1933 ഇൻഡോറിലായിരുന്നു ആശയുടെ ജനനം. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന്റെ ഇളയ സഹോദരിയായ ആശ തന്റെ 10ാം വയസ്സിൽ മാഝാബാൽ എന്ന സിനിമയ്ക്കു വേണ്ടി ഗാനമാലപിച്ച് ചലച്ചിത്ര മേഖലയിൽ തുടക്കം കുറിച്ചു. പിന്നീട് ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ആശാ ഭോസ്ലെയുടെ സംഗീത ജീവിതം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മികച്ച ഡാൻസ് നമ്പറുകളും ഗസലുകളും ഒരുപോലെ കൈകാര്യം ചെയ്ത പ്രതിഭ. SD ബർമൻ, OP അയ്യർ, AR റഹ്മാൻ തുടങ്ങി വിവിധ സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് ആശാ ഭോസ്ലെ ശബ്ദം നൽകി. RD ബർമൻ, ആശാ ഭോസ്ലെ കൂട്ടുകെട്ടിൽ മാത്രം 600-ലധികം ഗാനങ്ങൾ പിറന്നു. 1977 പുറത്തിറങ്ങിയ സുജാത എന്ന മലയാള ചിത്രത്തിലും ആശാ ഭോസ്ലെ പാടിയിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2000 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആശയെ ആദരിച്ചു. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ആശാ ഭോസ്ലെ ഇടം നേടിയിട്ടുണ്ട്. തനതായ ശൈലിയിലും അനശ്വരമായ ശബ്ദത്തിലും ഒരിക്കലും മറക്കാത്ത ഗാനങ്ങൾ ബാക്കി വെച്ചാണ് ആശാ ഭോസ്ലെ വിടവാങ്ങിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതുല്യ പ്രതിഭയായ ആശാ ഭോസ്ലെയെ 2012 അമൃത ടെലിവിഷനും ആദരിച്ചിരുന്നു. സംഗീതരംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ആശാ ഭോസ്ലെയ്ക്ക് പുരസ്കാരം നൽകിയത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകളൊക്കെ പരാജയപ്പെട്ടു. ഇതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കും, ശക്തമായി തടയും എന്നുള്ള മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ആണവ താൽപ്പര്യങ്ങളാണ് സമാധാനത്തിന് മുന്നിലുള്ള പ്രധാന തടസ്സമെന്നും ട്രംപ് പറഞ്ഞു. കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും രംഗത്തുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയാനാണ് US നാവികസേനയോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത്. ഇറാനിലേക്ക് പോകുന്നതോ ഇറാനിൽ നിന്ന് വരുന്നതോ ആയ കപ്പലുകൾ മാത്രമല്ല, ആ പാത ഉപയോഗിക്കുന്ന മുഴുവൻ കപ്പലുകളെയും നിരീക്ഷിക്കാനും തടയാനുമാണ് നിർദ്ദേശം. ഇറാന്റെ ആണവ പദ്ധതികളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അമേരിക്കയെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുക വഴി ഇറാന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സായ എണ്ണ കയറ്റുമതി തടയുന്നതിലൂടെ അവരെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. നയതന്ത്ര ചർച്ചകളിൽ നിന്ന് നേരിട്ട് സൈനികമോ സാമ്പത്തികമോ ആയ കടുത്ത നടപടികളിലേക്ക് മാറുന്ന രീതിയാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ട്രംപിന്റെ പ്രസ്താവനയോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആണവ നിരോധനത്തിന് ഇറാൻ തയ്യാറാകാത്ത പക്ഷം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക അസാധ്യമായി മാറും. ഇറാൻ സൈനികമായി പ്രതികരിക്കാൻ സാധ്യതയുള്ളതിനാൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ യുദ്ധക്കപ്പലുകളുടെ വിന്യാസം വർദ്ധിച്ചേക്കാം. പാത തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് സാരമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. നേരത്തെ ഇറാൻ അമേരിക്ക ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞിരുന്നു. നീണ്ട ചർച്ചകൾക്കൊടുവിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമ കരാറിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ ഇറാൻ പൂർണ്ണമായും അംഗീകരിക്കാത്തതോടെയാണ് 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ച പരാജയപ്പെട്ടത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിയൻ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ ഇസ്ലാമാബാദിലാണ് നടന്നത്. മേഖലയിൽ സംഘർഷം കുറയ്ക്കുന്നതിനായി ഏപ്രിൽ ആദ്യവാരം ഇരു രാജ്യങ്ങളും 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നതിന് ഉറച്ച ഗ്യാരണ്ടി വേണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഉപരോധങ്ങൾ നീക്കുന്നതിനൊപ്പം അമേരിക്കൻ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേയും അതുമായി ബന്ധപ്പെട്ട ചെലവുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ചർച്ചയായ വിഷയമാണ്. ഇപ്പോൾ അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വരികയാണ്. ചിലവായത് 13 കോടിയിലധികം രൂപയാണ്. ചിലവ് ഉൾപ്പെടുന്ന വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു.
സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളെക്കുറിച്ചും ജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനുള്ള നവകേരള സർവേക്ക് ഇതുവരെ 13 കോടി രൂപ ചിലവായി. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ കണക്ക് വിവരങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പദ്ധതിക്കായി 20 കോടി രൂപ അനുവദിച്ചതിൽ ഇതുവരെ ചിലവായത് 13.04 കോടി രൂപയാണ്. ബ്രോഷറിന് 5.54 കോടിയും കത്തിന് 1 കോടി രൂപയും ചിലവഴിച്ചു. സർവേ നടത്തുന്ന വളണ്ടിയർമാരുടെ യാത്രയ്ക്ക് 1.45 കോടി രൂപയും ചിലവായി. നവകേരള സർവേ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വിവരശേഖരണമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി സർവേ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി സർവേക്ക് അനുമതി നൽകുകയായിരുന്നു. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നും കൃത്യമായ കണക്ക് വിവരങ്ങൾ ബോധിപ്പിക്കണമെന്നും സുപ്രീം കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 95 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്താനായിരുന്നു നവകേരള സർവേയുടെ ലക്ഷ്യം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാടും പശ്ചിമബംഗാളും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഈ മുന്നണികളും ഒപ്പം നേതാക്കളുമൊക്കെ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇനി വളരെ കുറച്ച് 11 ദിവസം മാത്രമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനുള്ള. പശ്ചിമബംഗാൾ 2 ഘട്ടമായും തമിഴ്നാട്ടിൽ 1 ഘട്ടവുമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെക്കൻ തമിഴ്നാടിനെ ഇളക്കി മറിച്ച് TVK അധ്യക്ഷൻ വിജയ് ഒരു റോഡ് ഷോ നടത്തി. DMK കടന്നാക്രമിച്ച വിജയ് നിരവധി വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഓഫീസുകൾ സാധാരണക്കാരെ പീഡിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്ന് വിജയ് കുറ്റപ്പെടുത്തി. ദ്രാവിഡ പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുള്ള തെക്കൻ തമിഴ്നാട്ടിൽ വിജയ് നേരിട്ടിറങ്ങിയത് വലിയ ചലനമുണ്ടാക്കുമെന്നാണ് TVK കരുതുന്നത്. വിജയുടെ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കന്യാകുമാരിയിൽ തുറന്ന വാഹനത്തിൽ നിന്നിറങ്ങി പ്രവർത്തകരുടെയും ആരാധകരുടെയും ഇടയിലേക്ക് സൈക്കിൾ ചവിട്ടി വിജയ് എത്തി. അഴിമതിരഹിത ഭരണവും യുവാക്കൾക്ക് മുൻഗണന നൽകുന്ന വികസനവുമാണ് തന്റെ ലക്ഷ്യമെന്ന് വിജയ് പറഞ്ഞു. DMK സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് വിജയ് ഉന്നയിച്ചത്. അധികാരം ഒരു കുടുംബത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല എന്ന് തുറന്നടിച്ചു. ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കാൻ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞ വിജയ് ആധാർ മാതൃകയിൽ ഓരോ പൗരനും പ്രത്യേക തിരിച്ചറിയൽ കാർഡ് TVK നൽകുമെന്നും പറഞ്ഞു. ലഞ്ചമില്ലാமல் ஒவ்வொருவருக்கும் அரசின் நலத்திட்டம் போய் சேரும். அதற்கென தனியாக ஒவ்வொரு குடும்பத்திற்கு ஆதார் கார்டை போல ஒரு തമിഴ്നാടു സിറ്റിസൺ പ്രിവിലേജ് കാർഡ് വഴങ്ങപ്പെടും. വിലക്കയറ്റം, ലഹരി മരുന്നുകളുടെ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ DMK സർക്കാർ പരാജയമാണെന്നും വിജയ് ആരോപിച്ചു. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സൗജന്യങ്ങൾ നൽകുന്നതല്ല യഥാർത്ഥ വികസനമെന്നും എല്ലാവർക്കും തൊഴിലും മാന്യമായ ജീവിത സാഹചര്യവും ഉറപ്പാക്കുകയാണ് TVKയുടെ ലക്ഷ്യമെന്നും വിജയ് വ്യക്തമാക്കി. സിനിമയിൽ ഡയലോഗ് പറയുന്നത് പോലെ എളുപ്പമല്ല രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് DMK നേതാക്കൾ വിജയെ പരിഹസിച്ചു. വർഷങ്ങളോളം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പരിചയം വിജയ്ക്കില്ലെന്നാണ് DMKയുടെ വിമർശനം. DMKയും TVKയും തമ്മിലുള്ള വാക്പോര് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എത്രത്തോളം കടുപ്പമേറിയതാണ് എന്നതിന്റെ സൂചനയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.